Hello, Makale. Welcome to 90 Plus India's first animated live feed. Yes. Good evening. Good evening. Good evening. Good evening. എവിടെ എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ചെറുപറ ഗുഡ് ഈവനിങ് വരുന്നുണ്ട്. പോന്നോട്ടെ, എല്ലാവരുടെയും പോന്നോട്ടെ. സോണിയ വന്നോട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ. ഗുഡ് ഈവനിങ് ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയാണ് ഈശ്വരന്മാരെ. എല്ലാവരും സ്വമേധയാ ഒന്ന് പറഞ്ഞടാ. ഞാൻ എക്സ്ട്രാ പറഞ്ഞ് എന്ത് പറയാ, സാർ ഞാൻ ക്ലാസ് ടീച്ചറിനെ ഇൻഫോം ചെയ്തു. ഓക്കെ, ഇൻഫോം ചെയ്യാതെ ആരും തന്നെ ക്യാമറ ഓഫ് ചെയ്തിരിക്കാനുള്ള അർഹതയില്ല, ശരി, അവസരമില്ല. അതെ, യെസ്, യു ക്യാൻ കം ഇൻ. പത്തിലെ കുട്ടികളുണ്ടോ ഇവിടെ? നിങ്ങൾ ഈ ഒരു സൗണ്ട് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, അമൃതയുണ്ട്. ദെൻ പിന്നാരാ വൈകിയുണ്ട്. ആരതി, യെസ്, അവിടെയുണ്ട്. അമൃത മിസ്സിനെ അറിയോ നിങ്ങൾക്ക്? ഞാമനെ മനസ്സിലായോ മ്യാക്കൾക്ക് പറയണോ? അറിയാം, അമൃത മിസ്സിനെ അറിയാമെന്ന് പറഞ്ഞു. എന്നെ അറിയാം. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ അതെ വൈകാം. എന്താ അത് ചീത്ത മേടിക്കണ കണ്ടിട്ട് പിള്ളേർ പിന്നെന്താ അറിയാലോ. ആദ്യം ഒന്ന് പറഞ്ഞേ, ചോദിച്ചേ, ആദ്യം തന്നെ പറഞ്ഞേട്ടെ. ആദ്യം കഴിഞ്ഞ വർഷം ഉണ്ടായെന്നാണ് അമൃത മിസ്സിന്റെ സംശയം. എന്തായിരുന്നു? അപ്പൊ പറഞ്ഞു ആദ്യമേ ഉണ്ടായോന്ന് ഞാൻ കേട്ടത്. റൂട്ട് 2 സുഖാണോ ചോദിക്കുന്നുണ്ട്. റൂട്ട് 2 സുഖാണ്. അതെ, റൂട്ട് 3 വരാൻ പോവാ. റൂട്ട് 3 ഈസ് ലോഡിങ് ഒരു 10 മാസങ്ങൾക്ക് ശേഷം. ഓക്കെ, വണ്ടി കിട്ടുള്ളൂ നമുക്ക്. ഓക്കെ, ആരൊക്കെ ഇപ്പോഴും ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നു? തോമസേ, ശിവാനി, സെല്ലകുമാർ, ബേസിൽ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. ശിവാനി ഓക്കെ, ശിവാനി ഇൻഫോംഡ് ആണ്, പറഞ്ഞു. ഓക്കെ, മറന്നിട്ടില്ല. എല്ലാവരും ക്യാമറ ഇങ്ങോട്ട് ഓൺ ചെയ്ത് വെക്കുക. ഞാൻ ക്ലാസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാമറ 8 മണി വരെ സംസാരിച്ചിരിക്കാം. ഓക്കെ, വേണ്ട 8 മണി വരെ വേണ്ട, നമുക്ക് 9 വരെ സംസാരിച്ചിരിക്കാം. ഓക്കെ, 8 മണി വരെ സംസാരിച്ചിട്ട് നമുക്ക് 9:30 ആകുമ്പോൾ ക്ലാസ് നിർത്താം. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? വേണ്ട അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് സംസാരം, കൂടുതൽ പഠിത്തം. നിങ്ങൾ തന്നെയല്ലേ പറയുന്നേ, ഈശ്വരാ കിളികൾ പറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് നിങ്ങൾ തന്നെയല്ലേ? ക്ലാസ്സിൽ കയറുമ്പോൾ ടീച്ചർ എന്തോ പറയുന്നു, ടീച്ചർ പറയുന്നെങ്കിൽ മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നത് നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ട് സംസാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവോ? ഇല്ല, ശരിയാവില്ല, എനിക്കറിയാം ശരിയാവില്ല. അപ്പോ റുമൈസ ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. ദെൻ ഞാൻ ആദ്യമേ തൊട്ട് പറയാണ്, എന്താണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവർ ഒരുപാട് പേര് ക്ലാസ്സിൽ വന്നിട്ടുണ്ടാകും. ഫിസിക്സിന് ആദ്യത്തെ ക്ലാസ്സിലാണ് അറ്റൻഡ് ചെയ്യുന്നേ, 90+ ആദ്യമായിട്ടാണ് കയറുന്നേ എന്നുള്ള ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? തൊട്ട് മുന്നത്തെ ക്ലാസ്സിന്റെ ലിങ്ക്സ് വാങ്ങി കാണണം. ഓക്കെ, അതായത് നമ്മൾ ഒരു ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ്ലി എടുത്തു കഴിഞ്ഞു. ഓക്കെ, അതിന്റെ ചാപ്റ്റർ ടെസ്റ്റ് അടക്കം കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ആക്കാൻ പോകുന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ മിസ്സായി പോയി എന്ന് കരുതി ആരും വിഷമിക്കുന്നു വേണ്ട. അതിന്റെ ലിങ്ക്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പുതുതായിട്ട് വന്നവരോടാണ്, ഇതുവരെ ഉണ്ടായിരുന്നവർ ഓക്കെ ഫൈൻ, ഒരു കുഴപ്പമില്ല.
അപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നിങ്ങൾക്ക് നിർത്തി പറയാം എന്ത് തന്നായിരുന്നു, ഒരു ഹോംവർക്ക് തന്നായിരുന്നു. മിജിലെ അവരെ ചാടിക്കറി അപ്പൊ തന്നെ ആൻസർ ചെയ്തവനാ. ചെയ്തായിരുന്നോ നിങ്ങൾ ആ ഹോംവർക്ക്? ചെയ്തായിരുന്നോ തന്നായിരുന്ന ഹോംവർക്ക്? അതോ ഹോംവർക്ക് എഴുതി വെച്ച് അപ്പോ തന്നെ അടച്ചു വെച്ച് അങ്ങോട്ട് കിടന്നുറങ്ങിയോ നിങ്ങള്? പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്, അത് വേറെ കാര്യം. ആബ്സെന്റ് ആയിരുന്നു ഇല്ലാലോ തോമസ്, എന്തായാലും ഞാൻ കണ്ടായിരുന്നല്ലോടാ. ആബ്സെന്റ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? കഴിഞ്ഞ ആബ്സെന്റ് ആയ ക്ലാസ്സിന്റെ ലിങ്ക് വാങ്ങി കാണണം എന്നുള്ളതൊക്കെ അറിയത്തില്ല എന്നാണോ? ആണോ? 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 അല്ലേ? സ്ഥിരം നമ്മൾ പറയാറുള്ളത് അതല്ലേ, ഒരു ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ ലിങ്ക് വാങ്ങി കാണണം. ഞാനും ആബ്സെന്റ് അമൃത, എന്നിട്ട് അങ്ങനത്തെ ഒരു ടോപ്പ് ഞാൻ കണ്ടായിരുന്നില്ല അമൃതന്റെ ലാസ്റ്റ് ക്ലാസ്സില്. ഓക്കെ ഐശ്വര്യ, ഗുഡ് ഈവനിങ്. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. തോമസ് ചിരിക്കാനല്ല, തോമസിന് ചിരിക്കാനല്ല നിന്റെ അടുത്ത് പറഞ്ഞേ. ലിങ്ക് വാങ്ങി കാണണം, എന്നിട്ട് നോട്ട്സ് ചെയ്തെടുക്കണം. നോട്ട്സ് ചെയ്തെടുത്ത് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരണം. എന്ന് അയച്ചു തരും? ഇന്ന് തന്നെ അയച്ചു തരാം. വെരി ഗുഡ്, നല്ല കാര്യം. ആ അപ്പോ ആരൊക്കെ ഹോംവർക്ക് ചെയ്തു? ഇനി ഇടയിൽ അത് മിസ്സായി പോവും, മുങ്ങി പോകുന്നു വിചാരിക്കണ്ട. ഞാൻ അത് വിടില്ല, വിടുന്ന പ്രശ്നമില്ല. അട്ട പിടിച്ചോണം പിടിക്കുന്ന പറഞ്ഞേ. ആരൊക്കെ ചെയ്തു? ശിവാനി ചെയ്തു. കമന്റ് പറയാത്തവരുടെ അടുത്ത് ചോദിക്കാം, അല്ലെ ചെയ്തു എന്ന് പറയാത്തവരുടെ അടുത്ത് ചോദിക്കാം. അതാവുമ്പോ എനിക്ക് ഇമ്പോസിഷൻ തരാമല്ലോ. ആരൊക്കെ ചെയ്തു തീർത്തു? അമൃത ചെയ്തു, വിസ്മയ ചെയ്തു. ചെയ്യാത്തവരാരാ? ജോയൽ ചെയ്തു, വൈഗ ചെയ്തു. ആശിഷ നീ ചെയ്തില്ലടാ, എന്റെ പേരിട്ട് ഹോംവർക്കും ചെയ്യേണ്ടി വന്നൊക്കെ ചെയ്തു. അവന്തിക, എല്ലാവരും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്തു. അപ്പോ നിങ്ങൾക്കത് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഇല്ലേ? സ്വയം ചെയ്യാൻ പറ്റുന്നില്ലേ? അതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസത്തോടുകൂടി നിങ്ങൾക്കത് ഹോംവർക്ക് തന്നായിരുന്നേ. എന്നിട്ടും ചെയ്യാതെ മടി പിടിച്ചിരുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടി കിട്ടാതെ കേടാ. അത് വന്ന് തരാനായിട്ട് എനിക്ക് പറ്റത്തില്ല. മാജിക്കലായിട്ട് എനിക്ക് എന്തെങ്കിലും ഇതൊരു മാജിക്കൽ സ്റ്റിക്ക് ആയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ട് തന്നാനെ. ഓക്കെ. അപ്പോ എന്തായിരുന്നു നമ്മുടെ ഹോംവർക്ക് എന്ന് പറയുന്നത്? ഞാൻ ചെയ്തു തരാം. ഞാൻ ചെയ്യും എന്തായാലും. നിങ്ങൾ ചെയ്ത് ശരിയാണോ എന്ന് എനിക്ക് അറിയണ്ടേ? വേണം. കുരിയർ ആയിട്ട് അയക്കുന്നത് അടിയോ? അടി അയക്കാൻ പറ്റും, അടി അയക്കാൻ പറ്റില്ല. അപ്പോ ഹോംവർക്ക് ചെയ്തവരുണ്ടാകും, ചെയ്യാത്തവരുണ്ടാകും, പറയാത്തവരുണ്ട്, ചെയ്തു എന്ന് പറയാത്തവരുണ്ട്. അപ്പൊ അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ കണക്കാക്കിയിരിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു ചോദ്യം? നമ്മുടെ കൺസിഡർ എ സിമ്പിൾ പെൻഡുലം. ഓക്കെ, ഹാവിംഗ് ബോബ് അറ്റാച്ച്. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി അറിയാം. That oscillates under the action of force of gravity. Suppose that the period of oscillation of a simple pendulum depends on it. അപ്പൊ നമുക്ക് എന്തറിയില്ല? സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് അറിയില്ല. ഓക്കെ, പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അതെന്താന്ന് നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എന്താണെന്ന് അറിയില്ല. ഒരാളും ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കാൻ പോകുന്നു. ഓക്കെ, കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ആകെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. മാസ് ഓഫ് ദ ബോബ്, ഓക്കെ, ആ കെട്ടിഞ്ഞാട്ടിട്ടിരിക്കുന്ന ആ ഒരു ബോബിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങളെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, 3 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഇക്വേഷൻ അങ്ങോട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ്? ലെങ്ത്തിനെ, മാസിനെ, ദെൻ ആരെയാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ. ഈ 3 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ലെങ്ത്തിനെ, മാസിനെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ. ദെൻ പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? മാറ്റാറുണ്ട്.
അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി പ്രൊപ്പോർഷണാലിറ്റി തന്നെ ഇട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പൊ ഞാൻ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ P ഈസ് ഈക്വൽ ടു K. K ആണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ്. ഓക്കെ, L M P. ഓക്കെ, ലെങ്ത്, മാസ്, ഗ്രാവിറ്റി. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം എങ്ങനെ പോയാലും ഈ വാല്യൂസിന് എന്തെങ്കിലും പവർ ഉണ്ടാകും. 1 ആകാം, 1/2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, എത്രയെങ്കിലും പവർ ഉണ്ടാകും. പവർ എത്രയാണെന്ന് നമുക്കറിയില്ല. നമുക്കറിയാത്ത പക്ഷം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്നു, P ഈക്വൽ ടു K L റൈസ് ടു A M റൈസ് ടു C E റൈസ് ടു C. അതിന് പവർ ആയിട്ട് ABC എന്നിട്ട് കൊടുക്കുന്നു. ABC എന്നിട്ട് കൊടുക്കുന്നു. ദെൻ നമ്മൾ ഇതിനെ ഡൈമെൻഷൻ ആക്കി എഴുതാൻ പോകുക. ഓക്കെ, ഡൈമെൻഷൻ ആക്കി എഴുതാൻ പോകുന്നു. RHSൽ നമ്മൾ എന്ത് ചെയ്യുന്നു, M ഉണ്ടോ, M ഇല്ല, M ഇല്ലാത്ത പക്ഷം M റൈസ് ടു 0. ദെൻ L ഉണ്ടോ, L ഇല്ലാത്ത പക്ഷം നമ്മൾ L റൈസ് ടു 0. ദെൻ T ഉണ്ടല്ലേ, T ഉണ്ട്. ടൈം പീരീഡിന്റെ ഡൈമെൻഷൻ എഴുതി വെച്ചു T. ഓക്കെ, ഈക്വൽ ടു M റൈസ് ടു 0യും L റൈസ് ടു 0യും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് റൈസ് ടു 0 ഇട്ട് ഞാൻ ചെയ്തു എന്ന് മാത്രം. ദെൻ K എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് വാല്യൂവിന് എന്തില്ല, ഡൈമെൻഷൻ ഇല്ല, അതുകൊണ്ട് അത് എടുക്കണ്ട. ദെൻ Lന്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ L ബ്രാക്കറ്റിൽ 2 റൈസ് ടു ആരുണ്ട്, A ഉണ്ട്. ദെൻ മാസിന്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ M ബ്രാക്കറ്റിൽ 2 റൈസ് ടു B. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ആക്സിലറേഷൻ ആണല്ലോ, അപ്പോൾ അതിന്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, L T റൈസ് ടു -2 റൈസ് ടു C ഇട്ട് കൊടുത്തു. റൈസ് ടു C ഇട്ട് കൊടുത്തു. ഓക്കെ, ദെൻ ഇതിനൊക്കെ നമുക്ക് എന്താ ഒറ്റ ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആക്കി എഴുതണം. അപ്പോൾ M റൈസ് ടു 0 L റൈസ് ടു 0 C റൈസ് ടു 1 ഈക്വൽ ടു ഒക്കെ അകത്തോട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഒരു സീനകത്തോട്ട് കൊടുക്കുന്നു. ഓക്കെ, ഈ സീനെ ഇതിനകത്തോട്ട് കൊടുക്കുമ്പോൾ എന്താകും, L റൈസ് ടു A M റൈസ് ടു B L റൈസ് ടു C C റൈസ് ടു -2C ഇങ്ങനെ വരും. ഓക്കെ, ഇക്വേഷൻ ഇങ്ങനെ വരും. ഓക്കെ, സീനെ ഞാൻ അകത്തോട്ട് കൊടുത്തു, അത്ര ചെയ്തിട്ടുള്ളൂ. ആ പവറിനെ ഉള്ളിലോട്ട് കൊടുക്കുന്നു. ദെൻ എന്താണ് ഇവിടെ Lഉം സെയിം ആണ് അല്ലേ. ഓക്കെ, Lഉം സെയിം ആണ്. അപ്പോൾ അതിന്റെ പവറുകളെ ഒരുമിച്ച് ആഡ് ചെയ്ത് എഴുതും. ഓക്കെ, അതിന്റെ പവറുകളെ ഒരുമിച്ച് ആഡ് ചെയ്ത് എഴുതാം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ. ഓക്കെ, എങ്ങനെ ഇത് L റൈസ് ടു A പ്ലസ് C M റൈസ് ടു B ദെൻ C റൈസ് ടു -2C. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി വെച്ചു. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4, ഇക്വേഷൻ നമ്പർ 5, ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, ഇത്രയും എഴുതി വെച്ചു. ഇത് എഴുതിയെടുക്കാത്തവരുണ്ടോ? ഇത് എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുത്തേ. ചെയ്യാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, ചെയ്യാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക. അടുത്ത സ്റ്റെപ്പ്, അതായത് 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടെത്തണം. ഓക്കെ, എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നമ്മൾക്ക് കണ്ടെത്തണം. ഓക്കെ, സിമ്പിൾ ആയിട്ട് കണ്ടെത്താം അല്ലെ, സിമ്പിൾ ആയിട്ട് കണ്ടെത്താം. നോക്കിക്കേ, ഇവിടെയും L ഉണ്ട്, ഇപ്പുറത്തും L ഉണ്ട്. അപ്പോ A പ്ലസ് സി എന്ന് പറയുന്നത് എന്താ, 0 ആണ് അല്ലെ. A പ്ലസ് സി എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ M ഉണ്ട്, ഇവിടെയും M ഉണ്ട്. അപ്പോ ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ നമുക്ക് നോക്കാം. ഇനി -2C, ടിക്ക് മുകളില് -2C ഉണ്ട്. ഇവിടെയും ടി ഉണ്ട്, ഇവിടെയും ടി ഉണ്ട്. അപ്പോ -2C ഈസ് ഈക്വൽ ടു എന്ത് വരും, 1 എന്ന് വരും. C ഈസ് ഈക്വൽ ടു -1/2 എന്ന് വരും. ഓക്കെ, C ഈസ് ഈക്വൽ ടു -1/2 എന്ന് വരും. ഇവിടെ നിന്ന് നമുക്ക് എന്റെ വാല്യൂ കണ്ടുപിടിക്കാം. A പ്ലസ് സി എന്ന് പറയുന്നത് എന്താ, -1/2 ഈസ് ഈക്വൽ ടു 0. അപ്പോ A മൈനസ് 1/2 ആണ് വരാം, ഈക്വൽ ടു 0. അപ്പൊ A ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഓക്കെ, A ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. എന്റെ വാല്യൂവും കിട്ടി, ദെൻ സിന്റെ വാല്യൂവും കിട്ടി, ദെൻ ബിന്റെ വാല്യൂവും കിട്ടി.
അല്ലെ? എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ തേർഡ് ഇക്വേഷനിൽ തേർഡ് ഇക്വേഷനിൽ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇട്ട് കൊടുക്കുന്നു. തേർഡ് ഇക്വേഷനിൽ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ ഇട്ട് കൊടുക്കുന്നു. യെസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? P is equal to K into L raised to എക്ക് പകരം 1/2. Then m raised to 0 ആണ്. ബിയുടെ വാല്യൂ 0 ആണ്. Then g raised to negative 1/2. g raised to negative 1/2. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എക്സ് റേസ് ടു ഏതെങ്കിലും ഒരു വാല്യൂ റേസ് ടു 1/2 വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് റൂട്ട് ആ ഒരു വാല്യൂ ആണ്. എക്സ് റേസ് ടു 1/2 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? അത് ആക്ച്വലി റൂട്ട് എക്സ് ആണ്. ഇനി എക്സ് റേസ് ടു negative 1/2 ആണെന്നുണ്ടെങ്കിൽ, ഒരു വാല്യൂ റേസ് ടു negative 1/2 ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? റൂട്ട് ഓഫ് 1/x ആണ്. റൂട്ട് ഓഫ് 1/x ആണ് വരിക. അപ്പോൾ ഇവിടെ അതേപോലെ കുറച്ച് വാല്യൂസ് വന്നിട്ടുണ്ടല്ലോ. അതെ, എൽ റേസ് ടു 1/2 വന്നിട്ടുണ്ട്, ജി റേസ് ടു negative 1/2 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ എഴുതാം, P is equal to K into root of L, root of L by G raised to negative 1/2. അപ്പോൾ താഴെ എടുത്താൽ മതി. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 7, ഇക്വേഷൻ നമ്പർ 8 കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ദെൻ കെയുടെ വാല്യൂ, അതായത് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ നമ്മൾ കുറേ കാൽക്കുലേഷനും ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ചെയ്തിട്ട് കെയുടെ വാല്യൂ എന്നുള്ളത് 2π ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട, നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് പഠിക്കാനില്ല. വേണമെങ്കിൽ അതിന്റെ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. പക്ഷെ നിങ്ങൾക്കത് പഠിക്കാനില്ല. പക്ഷെ അത് ഞാൻ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് വരണം. ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ ഇമ്പോസിഷൻ തരും. വേണ്ടാലോ, ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട. അപ്പോൾ അത് വേണ്ട നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? T is equal to 2π root of L by G. ഇതാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ അവസാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ പ്രോബ്ലം. ഓൾറെഡി എല്ലാവരും നന്നായിട്ട് ഇത് വായിച്ച് പഠിച്ചിട്ടുണ്ടാകും. ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിക്കാതെ നിങ്ങൾ 10ാം ക്ലാസ് വരെ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഓൾമോസ്റ്റ് വായിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 10ാം ക്ലാസ് വരെ സിമ്പിളായിട്ട് വായിച്ച് പഠിച്ചേ കിട്ടും. മാത്സ് ആണ് അപ്പോഴും 1ാം ക്ലാസ് മുതൽ എത്ര ക്ലാസ് ഉണ്ടോ അത്ര ക്ലാസ് വരെ ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് മാത്സാണ്. പക്ഷെ ഫിസിക്സ് എന്ന് പറയുന്നത് വായിച്ച് പഠിക്കുന്നവരെ, വായിച്ച് പഠിച്ചാൽ 10ാം ക്ലാസ് വരെ നമുക്ക് കിട്ടിയെന്ന് വരും. പക്ഷെ +1 മുതൽ അങ്ങനെയല്ല. ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് മാത്സ് പോലെ തന്നെയാണ്. എഴുതി പഠിക്കണം. എഴുതി പഠിക്കണം. മാത്തമാറ്റിക്സിന് ഫിസിക്സിൽ വലിയൊരു റോൾ ഉണ്ടെന്ന് ഞാൻ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിലെ ആദ്യമേ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ക്ലാസ്സിലേ പറഞ്ഞായിരുന്നു. അപ്പോൾ എഴുതി തന്നെ പഠിക്കണം. എഴുതി പഠിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഫിസിക്സിനെ +1 നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. നിങ്ങളെ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, നിങ്ങളത് ചെയ്യും, എഴുതി പഠിക്കും എന്നുള്ള വിശ്വാസത്തിൽ പറയുന്നതാണ്. എഴുതി തന്നെ പഠിക്കണം. അല്ലേ? സെറ്റല്ലേ? സെറ്റാണ്. ഹോംവർക്കാണ്. ഇത് എഴുതിയെടുക്കാനുള്ള സമയം തരേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇപ്പം നമ്മുടെ എന്ത് പറയാം, ഡയമെൻഷണൽ അനാലിസിസ് പറഞ്ഞു അല്ലേ? പ്രിൻസിപ്പൽ ഓഫ് ഹോമോജനിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞു. അതിന് കുറച്ച് എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ലിമിറ്റേഷൻസ് കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നില്ല. ലിമിറ്റേഷൻസ് കൂടെ എഴുതി വെച്ചോളൂ. എന്താ പറയുന്നത്? ഇറ്റ് ഗിവ്സ് നോ ഇൻഫോർമേഷൻ അബൌട്ട് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ഇൻവോൾവ്ഡ് ഇൻ ദ ഇക്വേഷൻ. ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്നത് എന്താ? ഇക്വേഷൻസ് ഉണ്ടാക്കാനും പുതിയ ഇക്വേഷൻസ് ബിൽഡ് ചെയ്യാനും ഒരു ഇക്വേഷൻ തെറ്റാണോ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നത്, കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു കോൺസ്റ്റന്റിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഇപ്പോൾ ഒരു 2 ആണ്. ഈ 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇതിനില്ല, എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അത് എന്തുകൊണ്ട് അതിന് ഡയമെൻഷൻ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കാൻ ഈ ഒരു ഡയമെൻഷൻ അനാലിസിസിന് സാധിച്ചിട്ടില്ല ഇതുവരെ. ഇതുവരെ സാധിച്ചിട്ടില്ല. Then it does not distinguish between the physical quantities having same dimension. സെയിം ഡയമെൻഷൻ ഉള്ള കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. സ്പീഡിനും വെലോസിറ്റിക്ക് എന്താ? സെയിം ഡയമെൻഷനാ അല്ലെ? സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും ഡയമെൻഷൻ എന്ന് പറയുന്നത് സെയിമാ.
L t റേസ് ടു -1 ആണ് രണ്ടിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് സെയിം വന്നു? രണ്ടും ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ആണ്, പക്ഷെ സെയിം ഡയമെൻഷൻ ആണ്. എന്തുകൊണ്ട് സെയിം ആയിട്ട് വന്നു എന്നുള്ളത് ഇപ്പോഴും അതിന് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഡയമെൻഷൻ അനാലിസിസിന് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവ രണ്ടുമാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും എഴുതി വയ്ക്കുക. ഷാഹിദിന്റെ കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ. സാധാരണ എങ്ങനെ അല്ലല്ലോ. എന്താണ് നീ ശിലയായിട്ട് മാറിയോ? ശിലയിൽ നിന്നും ഉണരൂ, നീ ഉണർന്നടാ. എഴുതി കഴിഞ്ഞാൽ പറയാട്ടോ. എഴുതി കഴിഞ്ഞാൽ എങ്ങനെ പറയണം? നിങ്ങൾ ടൈപ്പ് ചെയ്ത് എഴുതി കഴിഞ്ഞു സാർ എന്നൊക്കെ ഒരുപാട് ടൈപ്പ് ചെയ്യുന്നു വേണ്ട. ഏതെങ്കിലും ഒരു ഗ്രീൻ ഇമോജി ഇട്ടാൽ മതി. സാറിന് അവനെ മതിയിലോലോലോലോലോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ പക്ഷാഭേദങ്ങളൊന്നുമില്ല. എനിക്ക് ആരും വേണ്ട. അതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? തോമസേ കഴിഞ്ഞോടാ? റുമൈസ എന്താണ് വായ വിളിച്ചിരിക്കുന്നത്? എഴുതി കഴിഞ്ഞോ? ബിനി എന്താണ് നഖം കടിച്ച് തിന്നുന്നത്? വേറൊന്നും കഴിക്കാൻ തന്നില്ല ഇന്ന് അമ്മ. അഭിനി കൃഷ്ണ, നഖം തിന്നാൻ എത്ര ഇഷ്ടമാണോ? എന്റെ കയ്യും ഇഷ്ടം പോലെ ഉണ്ട്, കഴിച്ചോ. ഓക്കെ, എല്ലാവരും ഇത് കഴിഞ്ഞ് സെറ്റാണ്. ദെൻ അപ്പോ ഏതൊക്കെയാണ് ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് എന്ന് അറിയണ്ടേ? നമ്മുടെ ആംഗിളും സ്ട്രെയിനും. ഓക്കെ, ആംഗിളിനും സ്ട്രെയിനിനും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. എനിക്ക് ഡയമെൻഷൻ ഇല്ലേ ഇല്ല. അലീഷ എഴുതിയിരിക്കുന്നുണ്ടോ? അത് അനങ്ങാതിരിക്കാണോ? എഴുതിയിരിക്കുന്നുണ്ട്. ഓക്കെ, ആംഗിളിനും എന്തും സ്ട്രെയിനിനും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ആംഗിളിന്റെ ഇക്വേഷൻ ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പോൾ ആർക്ക് എന്ന് പറയുന്നത് എന്താ? ലെങ്ത്തിലാണ് റെപ്രസെന്റ് ചെയ്യുക. റേഡിയസ് എന്ന് പറയുന്നത് എന്താ? ലെങ്ത്തിൽ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ അതിനെന്താണ്? എല്ലും വെട്ടിപ്പോയി. അതിന് എന്തില്ലാണ്ടായി? ഡയമെൻഷൻ ഇല്ലാതെ. അതേപോലെ തന്നെ സ്ട്രെയിനും ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ചേഞ്ച് ഇൻ ഇറ്റ്സ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതാണ് സ്ട്രെയിനിന്റെ ഇക്വേഷൻ. അപ്പൊ അതിനും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. എൽ ബൈ എൽ എന്ന് പറയുന്നത് ഡയമെൻഷൻ വെട്ടിപ്പോയി. എല്ലും വെട്ടിപ്പോയി, അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഞാനതൊക്കെ വെറുതെ കാണിച്ചു തരുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് വൺ വേർഡ് ആയിട്ട് ചോദിക്കും. എക്സാമിന് വൺ വേർഡ് ആയിട്ട് എഴുതാൻ പറയും. ഏതൊക്കെ ക്വാണ്ടിറ്റീസിനാണ് ഡയമെൻഷൻ ഇല്ലാത്തത്, ഏതൊക്കെ ക്വാണ്ടിറ്റീസിനാണ് സെയിം ഡയമെൻഷൻ ഉള്ളത്. ദെൻ ഒരു ക്വാണ്ടിറ്റി തന്നിട്ട് ഇതേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റി ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ചോദ്യം വരാൻ പോകുന്നത്. ഡിപ്രഷന് ഡയമെൻഷൻ ഉണ്ട്. വടി എഴുതി കഴിഞ്ഞാൽ പറയാട്ടോ. അനന്തകൃഷ്ണയാണോ? എന്നിടാൻ വിട്ടുപോയതാണോടാ നീ? അനന്ത കൃഷ്ണ എന്നാണോ നെയ്മ്? അനാഥകൃഷ്ണനോ? ഈശ്വര, നീ അനാഥനാണോ മകനെ? എല്ലാവരും എഴുതി കഴിഞ്ഞു. സെറ്റ്. ദെൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, എന്താണ് സെയിം ഡയമെൻഷനുള്ള കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലൊക്കെ കണ്ടുപിടിച്ച് എഴുതാം. ഞാനൊരു 3 എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരും, ഒരെണ്ണം എക്സ്ട്രാ പറഞ്ഞുതരും. ഏതാണ്? സ്പീഡ് ആൻഡ് വെലോസിറ്റി ആണ് സെയിം ഡയമെൻഷനുള്ള മറ്റൊരെണ്ണം. അപ്പോൾ കൈനറ്റിക് എനർജി, ടോർക്ക്, വർക്ക്, ഈ 3 എന്താണ്? സെയിം ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ദെൻ യങ്സ് മോഡുലസ്, പ്രഷർ,
ഇതിന് രണ്ടും എന്താണ്? സെയിം ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഡയമെൻഷൻ ഫോർമുലയാണ്. ദെൻ ആംഗുലാർ മൊമെന്റം ആൻഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ്? സെയിം ഡയമെൻഷൻ ആണ്. ഓക്കെ, സെയിം ഡയമെൻഷൻ ആണ്. അപ്പോൾ ഇതും കൂടെ എക്സാമ്പിൾ ആയിട്ട് എഴുതി വയ്ക്കുക. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഖതം. ദെൻ നയാ ചാപ്റ്റർ ആരംഭിക്കാനുള്ള ടൈമായി. ചാപ്റ്റർ തീർന്നാൽ സോങ് വേണമെന്ന് ആ പുതിയൊരു സോങ്ങിന്റെ ഇതാക്കിയിട്ട് തുടങ്ങുന്നത് സമയമായി. അതായത് അത് പാടിയാൽ മതിയോ? പുതിയൊരു ചാപ്റ്റർ തുടങ്ങാനുള്ള എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമല്ലേ? ദേവൻ സാറ് പാട്ട് പാടി. ദേവൻ സാറ് പാട്ട് പാടാൻ കില്ലാടിയാണ്. അതുകൊണ്ടാണ്. ഞാൻ പാട്ട് പാടാൻ കന്നാലിയാണ്. അതായത് പശു പറയുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ പാടില്ല. പാട്ട് പാടാം. പാട്ടൊക്കെ ഇന്നലെ ഒരെണ്ണം പാട്ട് പാടി 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. ഈശ്വര, അത് കേട്ടിട്ട് ഞാൻ എൻ്റെ തൊലി അങ്ങോട്ട് ഉരിഞ്ഞു പോയി. ഞാൻ തന്നെ പാടിയതാണ്, വേറെ കാര്യം. മിക്കവരും അത് പാടേണ്ടി വരുന്ന. ചാപ്റ്റർ കഴിഞ്ഞാലോ? ചാപ്റ്റർ കഴിയുമ്പോൾ പാട്ട് പാടുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലോട്ട് കയറുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ കുച്ചായിട്ട് കിച്ച് ഉണ്ടാവും. അതുകൊണ്ട് അങ്ങോട്ട് ശരിയായിട്ട് അങ്ങോട്ട് വരില്ല. ശ്രുതിയും ടെമ്പോയും ബാസും ഒന്നും കറക്റ്റായിട്ട് ഉദ്ദേശിച്ച രീതിക്ക് വരില്ല. ടെമ്പോന്റെ പണിക്ക് പോകും. യെസ്, ഏത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലുള്ള ഒരു ചങ്സായിരുന്നു. നിങ്ങളും ഒരു കാലത്ത് 10ാം ക്ലാസ്സിലായിരുന്നു, മറക്കണ്ട അത്. ഓക്കെ, ചാപ്റ്റർ 2. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ 2 സ്റ്റാർട്ട് ആക്കാൻ പോകുകയാണ്. ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ടങ് റെഡി ആയെങ്കിൽ പാട്ട് പാടണം. ടങ് റെഡി ആയിട്ടെങ്കിൽ പാട്ട് ഇല്ലടാ, നാക്ക് ശരിയായിട്ടില്ല. എന്താ കുഴപ്പമുണ്ടെന്നോ വാക്കിന്റെ. ഓക്കെ, പാട്ട് പാടാൻ ആഗ്രഹമുണ്ടാ, പക്ഷേ പാട്ട് പാടാൻ ശരിയാവില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ 2 എന്ന് പറയുന്നത് എന്താണ്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ചാപ്റ്റർ നെയിം അല്ല, പുതിയതായിട്ടൊരു വൃത്തിയുള്ള പേജിൽ എഴുതി വെച്ചോളൂ. എഴുതി വെച്ചോ? സെറ്റ് അല്ലേ? ഈ പാട്ടിലൊക്കെ എന്തിരിക്കുന്നു? എന്താണ് ഈ പാട്ടിനെ പറ്റി നിങ്ങൾക്ക് എത്ര ടഫ് ആണെന്നോ? സെക്കൻഡ് ചാപ്റ്ററോ? ഏയ് പോടാ, ഒരു ടഫും ഇല്ല. സിമ്പിൾ ചാപ്റ്റർ അല്ലേ? നിങ്ങൾ ഓൾറെഡി 9th പഠിച്ചിട്ടുള്ളതാ. ഇക്വേഷൻ ഓഫ് മോഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ 9th. ഇല്ലേ? ഇല്ല. ഇപ്പൊ നീ 9ാം ക്ലാസ്സിൽ കയറാണ്ട് നേരിട്ട് ചാടി വന്നതാണോ ജോയല 10ലേക്ക്? സോറി, +1ലേക്ക്. ഇക്വേഷൻ ഓഫ് മോഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? അത് തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ളൂ. ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണ്. ഓക്കെ, ഇതിനെപ്പറ്റി യൂണിഫോം മോഷൻ എന്താണ്, യൂണിഫോം വെലോസിറ്റി എന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റി എന്താണ്, നോൺ യൂണിഫോം മോഷൻ എന്താണ്. ഇതൊക്കെയാണ് നമ്മൾ മോഷനെ സ്ട്രെയിറ്റ് ലൈനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും, പഠിച്ചത് മറന്നിട്ടുണ്ടാകും. ആ മറന്നു പോയത് വീണ്ടും ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. തിയറി ആണോന്നോ? +1 നിങ്ങളുടെ ഒരു ചാപ്റ്ററിൽ പോലും കംപ്ലീറ്റ് തിയറി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇല്ല. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഡെറിവേഷൻ കാണും. ഓക്കെ, അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഡെറിവേഷൻ എന്തായാലും ആ ചാപ്റ്ററിൽ ഉണ്ടാകും. ഓക്കെ, ഡെറിവേഷൻ ഉറപ്പായിട്ടും ആ ഒരു ചാപ്റ്ററിൽ ഉണ്ടാകും. അപ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്നാൽ മതി. ദെൻ ചാപ്റ്ററിലോട്ട് കിടക്കുമ്പോൾ ആ ചാപ്റ്ററിന്റെ എന്ത് വേണം? ഒരു ഇൻട്രൊഡക്ഷൻ വേണം അല്ലേ? ഇൻട്രൊഡക്ഷൻ വേണം. അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്സിനെ പറ്റിയാണ്.
+1 കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്സിനെ പറ്റിയാണ്. ഓക്കെ, മെക്കാനിക്സ്. അപ്പോൾ മെക്കാനിക്സ് എന്ന് പറയുന്നത് എന്താ? മെക്കാനിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് സ്റ്റഡീസ് ദ മോഷൻ ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ദ ഫോഴ്സസ് ദാറ്റ് കോസ് ദിസ് മോഷൻ. ഓക്കെ, അതായത് ഓരോ ഒബ്ജക്റ്റുകളുടെ മോഷനെയും ആ ഒബ്ജക്റ്റ് എന്തുകൊണ്ട് റെസ്റ്റിലിരിക്കുന്നു, എന്തുകൊണ്ട് അത് മൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെക്കാനിക്സിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്ന കാര്യം പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ഫിസിക്സും നമ്മുടെ ഡെയിലി ലൈഫായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഡെയിലി ലൈഫിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഫിസിക്സിനെ റിലേറ്റ് ചെയ്യാം, ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം അല്ലേ? ഒരു കിളി പറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുണ്ട് ഫിസിക്സ്. ഓക്കെ, അവിടെയുണ്ട് ഫിസിക്സ്. സിമ്പിളായിട്ട് പറയാം. നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഒരു കിളി ഇങ്ങനെ പറക്കുന്നത് നോക്കി നിൽക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ കിളി എന്തിലാണ്? മോഷനിലാണ്. ഓക്കെ, കിളി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. ഇനി ആ കിളി ഒരു കമ്പോ വടിയോ എന്തെങ്കിലും കടിച്ചു പിടിച്ചിട്ടാണ് പറന്നു പോകുന്നതെന്ന് വിചാരിക്കുക. ആ കമ്പിനെ സംബന്ധിച്ചിട്ട് കിളി മോഷനിലാണോ? അല്ല, കിളി റെസ്റ്റിലാണ്. ഓക്കെ, അവിടെയും ഉണ്ട് ഒരു ഫിസിക്സ്. എല്ലാ കാര്യത്തിലും എന്തുണ്ട്? ഫിസിക്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ബസ്സിൽ ഇരിക്കുന്നു, ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരാളിരിക്കുന്നു, അയാൾ എന്തിലാണ്? മോഷനിലാണോ? നിങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരാളിരിക്കുന്നു, നിങ്ങൾ നോക്കുക, തൊട്ടപ്പുറത്ത് ആളിരിക്കുന്നു നോക്കുക, അയാൾ എന്താണ്? മോഷനിലാണോ റെസ്റ്റിലാണോ? അല്ല, അയാൾ റെസ്റ്റിലാണ്. ഓക്കെ, അയാള് റെസ്റ്റിലാണ്. പുറമേ നിന്ന് ഒരാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം ബസ് മോഷനിലാണെന്ന് പറയാം. കിളി എങ്ങനെ റെസ്റ്റിലാകാന്ന്? ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, കാരണം 8ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം ഇത് +1 നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞുതരാൻ നിൽക്കാം. കിളി എങ്ങനെ റെസ്റ്റിലാകാന്നോ? ആ ഒരു കമ്പിനെ, കിളി കടിച്ചു പിടിച്ച് പറന്നു പോകുന്ന ഒരു കമ്പിനെ റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ കിളി എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. ഓക്കെ, കിളിനെ സംബന്ധിച്ച് ആ കമ്പ് റെസ്റ്റിലാണ്. നമ്മൾക്ക് എപ്പോഴും ഒരു വസ്തു മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു റെഫറൻസ് ഒബ്ജക്റ്റ് വേണം. എപ്പോഴും മറ്റൊരെണ്ണത്തിനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുക ആ ഒരു ഒബ്ജക്റ്റ് മൂവ്മെന്റിലാണോ റെസ്റ്റിലാണോ ഇരിക്കുന്നതെന്ന്. ഓക്കെ, ഇപ്പോൾ സൂര്യനെ സംബന്ധിച്ച് സൂര്യനെ റെഫറൻസ് ആയിട്ട് എടുക്കുക. ഭൂമി മോഷനിലാണോ റെസ്റ്റിലാണോ? മോഷനിലാണ് അല്ലേ? മോഷനിലാണോ? ഓഫ് കോഴ്സ് ഭൂമി മോഷനിലാണ്. ഭൂമി സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ? സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് റൂമിലിരിക്കുന്നു. ഓക്കെ, ക്ലാസ് റൂമിലിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറയാണ് നിങ്ങളെടുത്ത്, നിങ്ങൾ സ്ഥലം മാറിയിരിക്കുന്നത്, കുറച്ച് നേരത്തെ ഇരുന്ന സ്ഥലത്തല്ല നിങ്ങൾ ഇരിക്കുന്നതെന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളോട് മാറിയിട്ടില്ല, ഞങ്ങൾ ഇരുന്നോട് തന്നെ ഇരിക്കുന്നതെന്ന് പറയും. ടീച്ചർ പറയും അല്ല, നിങ്ങൾ സ്ഥലം മാറിയിട്ടുണ്ട്. ശരിയാണ് ആ ടീച്ചർ പറഞ്ഞത്, ശരിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഭൂമി റിവോൾവ് ചെയ്യുന്നുണ്ട്. ഭൂമി അനങ്ങാതെ നിൽക്കുകയാണെന്നൊന്നും ആലോചിക്ക്. ഭൂമി ഇങ്ങനെ വെറുതെ അനങ്ങാണ്ട് നിൽക്കുകയാണ്. നമ്മളാരും അനങ്ങില്ല, നമ്മൾ ഒരാൾ അനങ്ങില്ല, നമ്മളിങ്ങനെ അനങ്ങാതെ തന്നെ ഇരിക്കും. ഭൂമി റിവോൾവ് ചെയ്യുന്നുണ്ട്. ഭൂമി മോഷനിലായത് കൊണ്ടാണ് നമ്മൾക്ക് എന്തുള്ളത്? മൂവ്മെന്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ആക്ച്വലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്ത് പറയണം. ഇതൊന്നും ഇവിടെ പഠിക്കാനില്ല. ഇതൊക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞുതരുന്നത്. അത് നിങ്ങൾ മര്യാദയ്ക്ക് പഠിക്കാതെ വന്നതുകൊണ്ട് വീണ്ടും ഞാൻ കഷ്ടപ്പെട്ട് പറയേണ്ട അവസ്ഥയാണ്. മോശം, വളരെ മോശം. അപ്പോൾ ഞാൻ എൻ്റെ +1 തിരിച്ചു തരാം. എന്താണ്? മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്. എന്തിനെ പറ്റി പഠിക്കുന്നു? മോഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി ആ ഒബ്ജക്റ്റിന്റെ മോഷന് കാരണക്കാരായവരെ പറ്റിയും പഠിക്കുന്നതാണ് എന്ത്? മെക്കാനിക്സ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ഹൗ ആൻഡ് വൈ ഒബ്ജക്റ്റ് മൂവ് ഓർ സ്റ്റേ അറ്റ് റെസ്റ്റ്. ഓക്കെ, എന്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. കുറച്ച് കമന്റ്സ് ഉണ്ട്. സാറ് ഞാൻ എൻ്റെ ടാബിന്റെ ക്യാമറ ശരിയല്ല, അതുകൊണ്ട് ഫോണിൽ ക്ലാസ് നോക്കിയപ്പോൾ ഫോൺ ടൈപ്പിംഗ് വർക്ക് ആവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അനങ്ങാതെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെയാ, കമ്പ് ചുറ്റും നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് മൂവ് ആവുന്നുണ്ടല്ലോ, അപ്പോൾ കിളി പറക്കുകയാണെന്ന് മനസ്സിലാകില്ലല്ലോ. എനിക്ക് കമ്പിന് ചുറ്റും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സറൗണ്ടിങ്സ്, ഞാൻ പറഞ്ഞത് കമ്പും കിളിയും തമ്മിൽ കമ്പയർ ചെയ്യാനാ. സറൗണ്ടിങ്സ് അവിടെ ഇൻക്ലൂഡ് ചെയ്യണ്ട. ആകെ 2 കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. നമ്മൾ സറൗണ്ടിങ്സിന് ഇൻക്ലൂഡ് ചെയ്യാണെന്നുണ്ടല്ലോ മോഷനിലിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ദെൻ ഈ മെക്കാനിക്സ് എന്ന് പറയുന്നത്, മെക്കാനിക്സിന് 3 സബ് ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, ഒന്ന് സ്റ്റാറ്റിക്സ്, മറ്റൊന്ന് കൈനമാറ്റിക്സ്, മറ്റൊന്ന് ഡൈനാമിക്സ്. ഓക്കെ, നമ്മൾ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനും നിങ്ങളുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ പ്ലെയിനാണ്. ഈ 2 ചാപ്റ്റേഴ്സിലും പഠിക്കാൻ പോകുന്നത്
കൈനമാറ്റിക്സിനെ പറ്റിയാണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് മൂവ്മെന്റിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുക, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. ദെൻ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ അതിനെ റെസ്റ്റിൽ ഇരിക്കാൻ സഹായിക്കുന്നത് എന്തൊക്കെയാണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് സ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത്. അതൊന്നും ഇപ്പോൾ പഠിക്കാനില്ല, കൈനമാറ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നോക്കിക്കേ. പിന്നെ ഡൈനാമിക്സ്. ഓക്കെ, ഡൈനാമിക്സ് പറയുന്നത് എന്താ, നമ്മുടെ 4th ചാപ്റ്ററിൽ, പ്ലസ് 1 4th ചാപ്റ്റർ ലോസ് ഓഫ് മോഷനിൽ പറ്റിയാണ് ഡൈനാമിക്സ് പറഞ്ഞത്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ കാരണക്കാരായവരുണ്ടാവുമല്ലോ, ഇല്ലേ, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ കാരണക്കാരായവരെ പറ്റി പഠിക്കുന്നതാണ് ഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡീസ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്, റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിനെ പറ്റി പഠിക്കുന്നതാണ് എന്ത്, സ്റ്റാറ്റിക്സ്. ദെൻ എക്സ്പ്ലെയിൻസ് ഹൗ ഫോഴ്സ് ബാലൻസ് ടു കീപ് ഒബ്ജക്റ്റ് സ്റ്റിൽ, ഒരു ഒബ്ജക്റ്റ് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫോഴ്സുകൾ ആ ഒരു ഒബ്ജക്റ്റിനെ ആക്ട് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടല്ലോ, ഇല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ. ഇപ്പോൾ ഈ കുപ്പി ടേബിളും അനങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ, തെന്നി പോവാതെ അനങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം. ഇത് പറന്ന് നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വേണം, അല്ലേ. അപ്പോൾ ഏതൊക്കെ ഫോഴ്സുകളാണ് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്നത്. ദെൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ബുക്ക് ഒരു ടേബിളിന്റെ മുകളിൽ വെക്കുമ്പോൾ അത് അനങ്ങാതിരിക്കുന്നുണ്ട്, കാരണം ഫ്രിക്ഷണൽ ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ദെൻ കൈനമാറ്റിക്സ് പറയുമ്പോൾ, കൈനമാറ്റിക്സ് എങ്ങനെ പറയും, സ്റ്റഡീസ് മോഷൻ ഓഫ് ഒബ്ജക്ട് വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ പറ്റി പഠിക്കുന്നതാണ് കൈനമാറ്റിക്സ്. ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു പൊസിഷനിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടാകും, മോഷൻ ഉണ്ടാകും, സ്വാഭാവികമായിട്ട് അതിന് മോഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി പഠിക്കുന്നതാണ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, സ്പീഡിനെ പറ്റി, വെലോസിറ്റിനെ പറ്റി, ആക്സിലറേഷനെ പറ്റി, പാത്ത് ഓഫ് മോഷനെ പറ്റി. ഓക്കെ, ദെൻ ഒരു കാർ 60 km/h സ്പീഡിൽ ഓടുന്നത് എന്താണ്, മോഷനാണ്, കൈനമാറ്റിക്സ് ആണ്. ദെൻ ഒരു ബോൾ മുകളിലോട്ട് എറിഞ്ഞ് താഴോട്ട് വരുന്നത് എന്താണ്, കൈനമാറ്റിക്സ് ആണ്. ഓക്കെ, ദെൻ ഡൈനാമിക്സ്. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡീസ് ദ മോഷൻ ബൈ കൺസിഡറിങ് ദ ഫോഴ്സസ് കോസിങ് ദ മോഷൻ. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ കാരണക്കാരായവരെ പറ്റി പഠിക്കുന്നതാണ് ഡൈനാമിക്സ്. എക്സ്പ്ലെയിൻസ് വൈ ആൻഡ് ഹൗ ഒബ്ജക്റ്റ് മൂവ്, എന്തുകൊണ്ട് എങ്ങനെയാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നതാണ് ഡൈനാമിക്സ്. ദെൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, എ ഫുട്ബോൾ മൂവ്സ് ബിക്കോസ് യുവർ ലെഗ് അപ്ലൈസ് ഫോഴ്സ് ഓൺ ഇറ്റ്. ഒരു ഫുട്ബോൾ മൂവ് ചെയ്യുന്ന എങ്ങനെ തന്നെ, ഞാൻ അങ്ങോട്ട് ഒരു സ്ഥലത്ത് അപ്പുറ സ്ഥലത്ത് മാറിയേക്കാം, നീ സ്വയം വിചാരിച്ചിട്ട് മൂവ് ചെയ്യുന്നതാണോ ഫുട്ബോൾ? അല്ല, നമ്മൾ കാലുകൊണ്ട് തൊഴിൽ കൊടുക്കുമ്പോഴാണ് അത് മൂവ് ചെയ്യുന്നത്, അല്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, ഇതൊന്നും പഠിക്കാനൊന്നുമില്ല, നിങ്ങളുടെ ജസ്റ്റ് ടെക്സ്റ്റിലൊരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകാം. ഓക്കെ, ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ മനസ്സിലായല്ലോ അല്ലേ? വായിച്ചാൽ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ നീ കണ്ണ് തിരിഞ്ഞ കണ്ണ് കളയില്ലടാ, 2 കണ്ണുണ്ടെന്ന് വെച്ചിട്ട് അഹങ്കരിക്കാൻ പാടോ? പറഞ്ഞാൽ കേട്ടിട്ട് പോയില്ല, കണ്ണും കളയും ചെവിയും കളയുന്നതാണ്. ചെവി ഓൾറെഡി ഇല്ലാന്നാണ്. ഡാ അബ്ദുള്ള, നിന്നെ പറ്റി നിന്നോട് പറയുന്നേ. എന്നിട്ട് അവൻ കേട്ടിട്ടില്ല. ഇത് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണോ ക്ലാസ് കാണുന്നത്? അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ്, അവൻ വീണ്ടും കണ്ണു തരുന്നു. ഈശ്വര, ഞാൻ ആർക്ക് വേണ്ടിയാണോ നിന്ന് പറയുന്നത്? ഒരു മിനിറ്റ്, അന്ന് അൺമ്യൂട്ട്. ഡാ അബ്ദുള്ള, VS അബ്ദുൾ, നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന നിന്നോടാണ്. അത്ഭുതകരം എന്ന് പറയട്ടെ, നിനക്കത് മനസ്സിലായോ? നീ എന്തോടെ ഒരു റിയാക്ഷൻ ഇല്ലാതിരിക്കുന്നേ? സാധാരണ ഞാൻ ഒച്ച കുറഞ്ഞുന്നോ? എല്ലാവർക്കും ഒച്ച കുറവാണോ അവനെ പോലെ? അതൊക്കെ എന്നും ഒച്ച കുറവാണല്ലോ. ഇപ്പോഴോ? മൈക്ക് അടുപ്പിച്ചിട്ടും കാര്യമില്ല. ശരാ, ഇപ്പോഴും സൗണ്ട് കുറവാണോ? ഞാൻ എൻ്റെ മാക്സിമം ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. അല്ല, ശിവാനി പറയുന്നല്ല. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ കൂടി അതിങ്ങനെ ജസ്റ്റ് തിരിച്ചു വെച്ചപ്പോ ഈശ്വര, ചെരിക്കേണ്ടെന്ന് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ സാറിന് വിളിച്ചാൽ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മുടെ പാഠഭാഗത്തോട്ട് കിടക്കാം. എന്താണ് റെസ്റ്റ്? വാട്ട് ഈസ് റെസ്റ്റ്? പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം.
സമയത്തിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ഓക്കെ, റെസ്റ്റിലാണ്. സമയത്തിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിന്റെ പൊസിഷൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്തിലാണ്, റെസ്റ്റിലാണ്. ഇപ്പോ ഈ ഒരു മരം ഇവര് ഈ ഒരു അച്ഛനും മോനും ബുധനാഴ്ച ചെന്ന് നോക്കി. ദെൻ ഇവര് തിരിച്ചു പോയിട്ട് വെള്ളിയാഴ്ച ചെന്ന് നോക്കി. അപ്പോഴും ആ മരം അവിടെ തന്നെ ഉണ്ടാകും. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും എന്താണ്, ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബുധനാഴ്ച എന്നുള്ളത് വെള്ളിയാഴ്ചയായി, സമയം കൂടുന്നുണ്ട്. പക്ഷെ എന്തില്ല, ആ ഒരു മരത്തിന്റെ പൊസിഷന് യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ ആ മരം എന്തിലാണ്, റെസ്റ്റിലാണ്. ഓക്കെ, റെസ്റ്റിലാണ്. സാറേ ആ മീശ വിടർത്തുമോ? എന്റെ മീശ വിടർത്താൻ, അതെന്താ ചിറകോ വിടർത്താൻ? നീ എന്തൊക്കെയാണ് പറയുന്നേ? ഓക്കെ, അപ്പോ റെസ്റ്റ് എന്താണെന്ന് എഴുതി വയ്ക്കുക. ആകെ നിലവിളക്കിന്റെ തിരിയിട്ട പോലെ രണ്ടെണ്ണം ഉള്ളു, അതിനാണ് നീ മീശ വിടർത്താൻ പറയുന്നത് അല്ലേ? പിരിക്കുമോന്നെ? എന്താ മോനെ? ഇങ്ങനെ മീശ മാതാനാക്കണം. ഞാൻ മീശ പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ എന്റെ വീട്ടിൽ കയറും കക്കാൻ. എഴുതി കഴിഞ്ഞോ? ഓക്കെ, എഴുതി കഴിഞ്ഞു. ഞാൻ ഇത്രയധികം സംസാരിച്ചിട്ടും ഒരു റിയാക്ഷനും ഇല്ലാതെ ഹാദിയിരിക്കുന്നു. എന്തെങ്കിലും റിയാക്ഷൻ ഇട്ടു. ഓക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം റിയാക്ഷൻ ഇട്ടുള്ളൂ സാർ. ദെൻ മോഷൻ. ഓക്കെ, മോഷൻ എന്താണ് മോഷൻ പറയുന്നത്? ഓക്കെ, പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സമയത്തിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് എന്തുണ്ട്, മോഷൻ ഉണ്ട്. ഓക്കെ, ഒരു കാർ ഓടുന്നത്, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഒരു കാർ ഓടുന്നത്. ആ കാർ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നല്ല നിൽക്കുന്ന ഓടിക്കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് നിന്ന് എത്തുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാർ കോഴിക്കോട് എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാറിന് എന്തുണ്ട്, മോഷൻ ഉണ്ടെന്ന് പറയും. കാരണം അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലോട്ട് അത് ചേഞ്ച് ചെയ്തു, പറന്നെത്തി, ഓടിയെത്തി. ഓക്കെ, അപ്പോൾ മോഷൻ എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് അതിന്റെ പൊസിഷനിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അതെന്താണ്, മോഷൻ ആണ്. ഓക്കെ, യെസ്. കാർ ഓഫ് ആണെങ്കിൽ പറ്റോ? ഇല്ല, കാർ ഓഫ് ആണെങ്കിൽ പറ്റില്ല. കാർ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞു. കാർ വേണ്ട, വേറെ എന്തെങ്കിലും ഓടിക്കോട്ടെ. ഇതേപോലെ ഡൗട്ട് ചോദിച്ചാൽ നീ ഓട്ടിക്കും ഞാൻ പറഞ്ഞു. ഓക്കെ, എഴുതി കഴിഞ്ഞു, സെറ്റ്. ദെൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഡിസ്റ്റൻസ് എന്നും എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്നും പറഞ്ഞു തരണ്ടാലോ? സമയം ലാഭിച്ചാലോ? അയ്യടാ, അങ്ങനെ ലാഭിക്കാനില്ല, പറഞ്ഞിട്ട് പോകുന്നുള്ളൂ. അപ്പോ ഇവിടെ ഒരു കുട്ടി, ഈ കുട്ടിക്ക് വീട്ടിൽ പോകണം. ആ കുട്ടിയുടെ വീട്ടിൽ പോകണം. വീട്ടിൽ പോകാനായിട്ട് അവന് നേരെ പോയാൽ മതി. പക്ഷെ അവൻ ആ മരത്തിന്റെ ചോട്ടിൽ ചെന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് മാത്രം തിരിച്ച് വീട്ടിലോട്ട് പോകുമെന്ന് പറയാം. അപ്പോൾ ഈ മരത്തിലോട്ട് ഈ കുട്ടിക്ക് എത്ര ദൂരമുണ്ട്? ഒരു 4 മീറ്റർ. ദെൻ മരത്തിൽ നിന്ന് വീട്ടിലോട്ട് ഏകദേശം ഒരു 3 മീറ്റർ. ദെൻ ഈ കുട്ടി സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആകെ ഒരു 5 മീറ്റർ വരുള്ളൂ. ഓക്കെ, 5 മീറ്റർ വരത്തുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കുട്ടി മൊത്തം ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, കുട്ടി മൊത്തം ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. മൊത്തം എത്രയാണ് ട്രാവൽ ചെയ്തത് എന്നുള്ള ദൂരമാണ് ഡിസ്റ്റൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? എത്ര മീറ്റർ പറയാം? 4 + 3 ഈസ് ഈക്വൽ ടു 7 മീറ്റർ പറയാം അല്ലെ? ഓക്കെ, 4 + 3 ഈസ് ഈക്വൽ ടു 7 മീറ്റർ പറയാം. ദെൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ചുരുങ്ങിയ ഡിസ്റ്റൻസ്, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ പറയുന്നതാണ്, ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ദൂരത്തിനെ പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന്. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയുടെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ഇതാണ്. അപ്പൊ ഈ കുട്ടി ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു വഴിയാണ് ട്രാവൽ ചെയ്തത്. ഇങ്ങനെയാണ് ഈ കുട്ടി ട്രാവൽ ചെയ്ത് വെച്ചത്. ഈ കുട്ടിക്ക്
ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും പോകാമായിരുന്നു. അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്ര വരും? 5 മീറ്റർ വരും. ഓക്കെ, 5 മീറ്റർ വരും. ദെൻ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് ഈക്വലോ ഗ്രേറ്ററോ ആകാം. ഓക്കെ, ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് വലുതോ ഈക്വലോ ആകാം. ഇപ്പോ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലായിട്ട്, ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ട് ഏകദേശം ഒരു 4 മീറ്റർ ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, 4 മീറ്റർ ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും എന്താ? 4 തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും എന്തായി? ഈക്വലായി. ഓക്കെ, ഈ കുട്ടിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് എത്താമായിരുന്നു. അപ്പോൾ അവിടെ ലെങ്ത് കൂടി 8 മീറ്റർ. ഓക്കെ, അപ്പോൾ ആ കുട്ടി മൊത്തം ട്രാവൽ ചെയ്തത് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് മനസ്സിലായി. എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. ഓക്കെ, ഡിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ്. ഓക്കെ, മൊത്തം ലെങ്ത് കവർ ചെയ്തതാണ് എന്ത്? ഡിസ്റ്റൻസ് ആയിട്ട്. ദെൻ ദ ഷോർട്ടസ്റ്റ് സ്ട്രേറ്റ് ലൈൻ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻഡിലോട്ട് വരെയുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ആകെ ഡിസ്പ്ലേസ്മെന്റിൽ നമ്മൾ ആകെ എന്ത് മാത്രം നോക്കത്തുള്ളൂ? എവിടെ നിന്ന് വന്നു, എവിടെ എത്തി എന്ന് മാത്രം നോക്കുള്ളൂ. ഏതൊക്കെ വഴി അവൻ കറങ്ങി അടിച്ചു എന്നുള്ള കാര്യങ്ങൾ നോക്കില്ല. ഡിസ്റ്റൻസ് അങ്ങനെയല്ല, ഏതൊക്കെ വഴികൾ പോയി, ഏതൊക്കെ വഴികളിലൂടെ ഭ്രാന്തമായി സഞ്ചരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്റ്റൻസിൽ നമ്മൾ നോക്കും. ഓക്കെ, ദെൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് ഡയറക്ഷൻ ഇല്ല. ഓക്കെ, വളഞ്ഞു പൊളഞ്ഞ് എങ്ങനെ വേണമെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് എത്താം. ഓക്കെ, അതിന് ഡയറക്ഷൻ ഇല്ല. ഇന്ന ഡയറക്ഷനിൽ തന്നെ പോകണമെന്നില്ല, യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, ദെൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാകും, ഡയറക്ഷനും ഉണ്ടാകും. ഓക്കെ, ദൂരവും ഉണ്ടാകും, ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് പറയാനും പറ്റും. ദെൻ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെയല്ല, അതിന് പോസിറ്റീവ് ആകാനും നെഗറ്റീവ് ആകാനും സീറോ ആകാനും പറ്റും. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആകാനും പോസിറ്റീവ് ആകാനും സീറോ ആകാനും പറ്റും. എങ്ങനെയാണ് ഒരു ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകുന്നത്? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ദെൻ കുറെ ദൂരം വളഞ്ഞു പോയി, തിരിച്ച് പോയി വീണ്ടും എയിൽ തന്നെ എത്തി. ഓക്കെ, ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ തിരിച്ചെത്തി. എങ്കിൽ ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. ഓക്കെ, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ തിരിച്ചെത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. പക്ഷെ ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് ട്രാവൽ ചെയ്ത മൊത്തം ദൂരവും ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഒരു 80 മീറ്റർ ട്രാവൽ ചെയ്തെങ്കിൽ 80 മീറ്ററും അവിടെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ദെൻ പാത്ത്. ഓക്കെ, ഡിപ്പെൻസ് ഓൺ ആക്ച്വൽ പാത്ത് ടേക്കൺ. ഓക്കെ, ആക്ച്വൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് കൺസിഡർ ചെയ്യും ഡിസ്റ്റൻസിന്റെ കാര്യത്തിൽ. പക്ഷേ ഡിസ്പ്ലേസ്മെന്റിൽ അങ്ങനെയല്ല, ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പൊസിഷനും മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ നിങ്ങൾ എഴുതണമെങ്കിൽ എഴുതണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ സിമ്പിൾ ആക്കി എഴുതി വയ്ക്കാം. ഇതൊക്കെ ബേസിക് ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ചാപ്റ്റർ പഠിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ +1 എല്ലാ ചാപ്റ്ററിലോട്ടും ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ. എല്ലാ ചാപ്റ്റേഴ്സിന്റെ ഒരു തുടക്കമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഇനി തുടർന്നുള്ള ചാപ്റ്റേഴ്സിൽ ആവശ്യം. അപ്പോൾ ഈ ചാപ്റ്റർ അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നതും ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും. ഓക്കെ, എഴുതിയെടുക്കുക.
ഹൗ മെനി മാർക്സ് എന്നോ? മാർക്ക് എത്ര ആണെന്നുണ്ടെങ്കിൽ നീ പഠിക്കുള്ളൂ. എഴുതി കഴിഞ്ഞാൽ പറയാ. ഓക്കെ, തോമസേ എന്താ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നത്? ദേവപ്രിയ, അനു, ഇതാണ് എന്റെ ചോദ്യം. വിസ്മയ ഇപ്പൊ കണ്ട സ്വപ്നം ഏത്? ദൂരേക്ക് എന്തോ നോക്കിയിരിക്കുന്നുണ്ട്, എന്തോ ആലോചിച്ച്. എഴുതി കഴിഞ്ഞോ? ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ, സെറ്റ്. ദെൻ സ്പീഡ് എന്താണ്? ഓക്കെ, നമുക്കറിയാം ഓൾറെഡി എന്താണ് സ്പീഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡിൽ എത്ര ദൂരം ആ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്തു എന്നുള്ളതിനെ പറയുന്നതാണ്, എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മുടെ സ്പീഡ്. ഓക്കെ, ഒരു സെക്കൻഡിൽ എത്ര ദൂരം കവർ ചെയ്തു എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് സ്പീഡ്. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, യൂണിറ്റ് ടൈം. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡിന്റെ നേച്ചർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആണെന്നെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളെന്നെ പോലെ. ദെൻ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതിന് ഡയറക്ഷൻ ഇല്ല. അതിന്റെ യൂണിറ്റ് പറയുമ്പോൾ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ കിലോമീറ്റർ പെർ അവർ. ഓക്കെ, കിലോമീറ്റർ പെർ അവറിലും അതിന് നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാം, പക്ഷെ അത് SI യൂണിറ്റ് അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവർ എന്ന് ക്വസ്റ്റ്യനിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം എന്താണ് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ കവേർഡ് ബൈ 1 അവർ ടൈം. അപ്പോൾ കിലോമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ്? മീറ്ററാ? 1000 മീറ്റർ ആണ്. 1 അവർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ് ആണ്. എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെട്ടിക്കളഞ്ഞ് നമുക്ക് 5/18 കിട്ടും. അതുകൊണ്ടാണ് കിലോമീറ്റർ തന്നിരിക്കുന്നതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കിലോമീറ്ററിലാണ് തന്നെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. ഇതൊക്കെ എല്ലാവരും മുൻപിൽ ചെയ്തിട്ടുള്ളതാ. ഓക്കെ, എഴുതി കഴിഞ്ഞാൽ പറയുക. മേരേജിനെ പറ്റി മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും അവന് കല്യാണക്കാര്യം. വിരിയട്ടറൊന്ന്. എല്ലാവരും എഴുതി കഴിഞ്ഞോ? യെസ്, എഴുതി കഴിഞ്ഞു. ഓക്കെ, ഞാൻ സ്ലൈഡ് മാറ്റുന്നു. ദെൻ ടൈപ്സ് ഓഫ് സ്പീഡ്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് സ്പീഡ് ആണുള്ളത്? യൂണിഫോം സ്പീഡ് നമുക്കറിയാം. സ്പീഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ
എന്ത് പറയാം, യൂണിഫോം സ്പീഡ് എന്ന് പറയാം. ഇപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. 1 സെക്കൻഡ്, 2 സെക്കൻഡായി, 3 സെക്കൻഡായി, 4 സെക്കൻഡായി. അപ്പോൾ ഇവിടെ സഞ്ചരിച്ച ദൂരം 2, ഇവിടെ സഞ്ചരിച്ച ദൂരം 2, ഇവിടെ സഞ്ചരിച്ച ദൂരം 2, ഇവിടെ സഞ്ചരിച്ചത് 2, ഇവിടെ സഞ്ചരിച്ചത് 2. ഓക്കെ, ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ഓരോ സെക്കൻഡിലും 2 കിലോമീറ്റർ വെച്ച് മാത്രം, 2 കിലോമീറ്റർ പെർ അവർ വെച്ച് മാത്രമാണ് അവിടെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതിനെ യൂണിഫോം സ്പീഡ് എന്ന് പറയാം. ഇനി സ്പീഡ് ചേഞ്ചസ് വിത്ത് ടൈം, സമയത്തിനനുസരിച്ച് ഇപ്പോൾ 1 മിനിറ്റിൽ 10 കിലോമീറ്റർ പെർ അവർ ആണ്, 2 മിനിറ്റിൽ 30 കിലോമീറ്റർ പെർ അവർ ആയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് സമയത്തിനനുസരിച്ച് സ്പീഡ് കൂടുന്നുണ്ട്, ചേഞ്ച് ആകുന്നുണ്ട്. അല്ലെങ്കിൽ കുറഞ്ഞാലും മതി, ഡിസലറേഷൻ ഉണ്ടായാലും മതി, അതൊന്നും നോക്കണം. ഓക്കെ, അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, ഈക്വൽ ഇന്റർവെൽസ്, സമയത്തിനനുസരിച്ച് ഡിഫറെന്റ് എന്ത് പറയാം അതിന്റെ സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നോൺ യൂണിഫോം സ്പീഡ് ആണെന്ന് പറയാം. ഓക്കെ, ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ അത് ഡിസ്റ്റൻസ് കൂടുതൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം 10, then 20, then 30, then 50, then 60, then 80, 90 ആ ഒരു റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സമയത്തിനനുസരിച്ച് സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ഇത് 2 ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇത് രണ്ടും കൂടെ രണ്ടിന്റെയും ടോട്ടൽ എടുക്കുക ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. യെസ്, ഇത് എഴുതി കഴിഞ്ഞാൽ പറയുക. കാണിക്കാം, പ്രീവിയസ് സ്ലൈഡ് കാണിക്കാം. എഴുതി കഴിഞ്ഞു. ഓക്കെ, തൊട്ട് മുന്നത്തെ സ്ലൈഡ് എഴുതി കഴിയാത്തവർക്ക് നിജിലെ എന്താടാ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതാണോ നിന്റെ കമന്റ്സ് ഒന്നും കാണാത്ത? അതെ കമന്റ് ഇടാതെ ഒറ്റ തന്നെ ഇവിടുന്ന് പോകണ്ട കേട്ടോ. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കമന്റ് കണ്ടിരിക്കണം. കമന്റ് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ള തോര എനിക്ക് കൂടും. സമയം വേണ്ടടാ അതിനൊക്കെ. ഓക്കെ, ഇത് കഴിഞ്ഞു, സെറ്റ്. ദെൻ നെക്സ്റ്റ് വെലോസിറ്റി. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ടൈം. ഓക്കെ, ഒരു സെക്കൻഡിൽ എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ഒരു ഒബ്ജക്റ്റിന് ഉണ്ടായി എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദെൻ വെലോസിറ്റിയുടെ നേച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന് രണ്ടുമുണ്ട്, എന്ത്, ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ക്വാണ്ടിറ്റി ആണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ദെൻ ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ. ഓക്കെ, വെലോസിറ്റി പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. ഓക്കെ, ദെൻ അതിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്, സെയിം ആണ്. ഓക്കെ, എഴുതിയെടുത്ത് കഴിഞ്ഞാൽ പറയാം. ബേസിലെ നീ സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കാണോ അത് എഴുതിയെടുക്കാണോ? എഴുതിയിരിക്കുന്നുണ്ട്. ഓക്കെടാ,
വൈകി ഉറക്കായോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലൊന്നും ഇരിക്കരുത് ക്ലാസ്സിലൊന്ന്. ഷോർട്ട് ടൈം മെമ്മറി വരുന്നുള്ള കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ക്ലാസ് എടുക്കാം. എന്താ ചിരി? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കേ. ആരതി കണ്ണാട് ഇവിടരുത്, കാഴ്ച കിട്ടാൻ ഇത്തിരി കുറവായിരിക്കും. തിരിച്ചു വെച്ചു. ദെൻ ടൈപ്സ് ഓഫ് വെലോസിറ്റി ഇതേപോലെ തന്നെ എന്താണ്? യൂണിഫോം വെലോസിറ്റി, ദെൻ നോൺ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്, അതായത് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഉണ്ടായിരിക്കുന്നത് യൂണിഫോം വെലോസിറ്റി ആണ്. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓർ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ്, ദെൻ നമുക്ക് എന്ത് പറയാം? അത് നോൺ യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയാം. വെലോസിറ്റി ചേഞ്ചസ് വിത്ത് ടൈം, സമയത്തിനനുസരിച്ച് വെലോസിറ്റി മാറുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയാം? നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിരിക്കണം കേട്ടോ, വെറുതെ കാണാതെ കണ്ടു നീ മറന്നു കളഞ്ഞേക്കാം, അങ്ങനെയല്ല. ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ, സെറ്റ്. എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ? ഓക്കെ അല്ലേ? ദെൻ ടൈം ആവറേജ്. ഓക്കെ, ടൈം ആവറേജിനെ പറ്റിയാണ് നമുക്ക് ടൈം ആവറേജിനെ പറ്റി പിന്നെ നോക്കാം. ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടല്ലേ, ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. പ്രോബ്ലം വായിച്ചു നോക്കി, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വായിച്ചു നോക്കി. വായിച്ചോക്കെ, ഓൾറെഡി നിങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ടുള്ളതാണ്. ചെയ്യാൻ പറ്റുമോ എന്ന് വായിച്ചു നോക്കി. നിജിലെ, നീ ആഗ്രഹിച്ച എന്താ പ്രോബ്ലം ഇതാ വന്നിരിക്കുന്നു. ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. പ്രോബ്ലം ഒന്ന് എഴുതി എടുത്തിട്ട് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. സൗണ്ട് കുറവാ, സൗണ്ട് സെറ്റ് ആക്കാം. അവിടെ എന്താണ് ഇത്ര വലിയ കുറവ്? ഇതെനിക്ക് അറിയില്ല സാർ. അറിയില്ല, സ്വാഭാവികം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സ്കൂളിൽ നമ്പർ ലൈനൊക്കെ ഉണ്ടാവും. നമ്പർ ലൈനൊക്കെ എന്താണാവോ? എന്താണ് ഉദ്ദേശിച്ചത്? എഴുതി കഴിഞ്ഞല്ലോ, എഴുതി കഴിഞ്ഞു. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, കുറച്ച് ഇക്വേഷൻസിന്റെ ആവശ്യമുണ്ട്. എല്ലാവരും എഴുതി കഴിഞ്ഞു, സെറ്റായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഓക്കെ, നമുക്ക് എന്താണ് ടൈം ആവറേജ്, എന്താണ് ഡിസ്റ്റൻസ് ആവറേജ് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ടൈം ആവറേജ്, എന്താണ് ഡിസ്റ്റൻസ് ആവറേജ് എന്ന് നോക്കാം. ഓക്കെ, ഈ ടൈം ആവറേജ് എന്ന് പറയുമ്പോൾ ഞാനൊരു 3 പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. എ ബി സി. എ ബി സി 3 പോയിന്റ്സ്. ഓക്കെ,
3 പോയിന്റ്സിന്റെ ടൈം എന്ന് പറയുന്നത് ഓക്കെ എ ടു ബി ടൈം ടി, ദെൻ ബി ടു സി എന്ന് പറയുന്ന ടൈമും ടി തന്നെ. ഓക്കെ, എയിൽ നിന്ന് ബി വരെ എത്താനും ബിയിൽ നിന്ന് സി വരെ എത്താനുള്ള സമയം എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷെ എയിൽ നിന്ന് ബി വരെ എത്താനുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് v1ഉം ബിയിൽ നിന്ന് സി വരെ എത്താനുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് v2ഉം ആണെന്ന് കരുതാം. ഓക്കെ, അതായത് എയിൽ നിന്ന് ബി വരെ എത്താനുള്ള ടൈം എന്ന് പറയുന്നത് ടി, ബിയിൽ നിന്ന് സി വരെ എത്താനുള്ള ടൈം എന്ന് പറയുന്നത് ടി. സെയിം ടൈം ഇന്റർവെൽസ് ആണ്, പക്ഷെ വെലോസിറ്റി എന്താ മാറുന്നുണ്ട്, ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോ ഇവിടെയുള്ള വി ആവറേജ് കണ്ടുപിടിക്കാൻ, ഓക്കെ, വി ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ 2, അത് ഇക്വേഷൻ നമ്പർ 1. ദെൻ ഡിസ്റ്റൻസ് ആവറേജ്. അപ്പോൾ ടൈം ആവറേജിൽ ടൈം ആണ് സെയിം എങ്കിൽ ഡിസ്റ്റൻസ് ആവറേജിൽ എന്തായിരിക്കും സെയിം? ടൈം ആവറേജിൽ ടൈം ആണ് സെയിം എങ്കിൽ ഡിസ്റ്റൻസ് ആവറേജിൽ എന്തായിരിക്കും സെയിം? 5/80 എന്താണ്? കിലോമീറ്റർ പെർ സെക്കൻഡിനെ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5/80. 18/5 എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് സെയിം. 3 സ്ഥലമുണ്ട്, എ ബി സി. ഓക്കെ, എ ബി സി. എയിൽ നിന്ന് ബി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എക്സ് ആണ്. ദെൻ ബിയിൽ നിന്ന് സി വരെയുള്ള ദൂരവും എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. പക്ഷെ വെലോസിറ്റി എന്താണ്? v1 ദെൻ v2. അപ്പോൾ ഇവിടെയുള്ള വി ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത്? 2 ഇൻറ്റു v1 ഇൻറ്റു v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഓക്കെ, ഇവിടെയുള്ള വി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു v1 ഇൻറ്റു v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഓക്കെ, ഇത് എഴുതി വയ്ക്കാം. ഓക്കെ, വേറൊരു പേജിൽ എഴുതി വയ്ക്കാം, ബോക്സ് ആക്കി ഹൈലൈറ്റ് ചെയ്ത് വെച്ച് നമുക്ക് എവിടെ ആയാലും ആവശ്യമുള്ള പഠിക്കേണ്ട, ഇപ്പൊ തന്നെ പഠിച്ചിരിക്കേണ്ട ഇക്വേഷനാണ്. കാരണം ഈ ഇക്വേഷൻ കൂടാതെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും ചെയ്യാൻ സാധിക്കില്ല. എഴുതി കഴിഞ്ഞോ? 2 ഇക്വേഷൻ എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ആ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. എഴുതി വെച്ചോ, എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് വെച്ചോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് രണ്ടും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് രണ്ടും. ദെൻ തിരിച്ച് ഞാൻ ആ പ്രോബ്ലത്തിലോട്ട് കടക്കുന്നു. കോട്ടുവായി ഇടുകയും ആരതി ഇതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? എ ട്രെയിൻ ഓഫ് 100 മീറ്റർ ലെങ്ത്. ട്രെയിൻ എന്ന് പറയുന്നത് 100 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ ആണ്. ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 60 കിലോമീറ്റർ പെർ അവർ. 60 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ, വെലോസിറ്റിയിൽ എന്ത് പോകുന്നു? ആ ഒരു ട്രെയിൻ പോകുന്നു. ഇൻ വാട്ട് ടൈം ഡസ് ഇറ്റ് ക്രോസ് 1 കിലോമീറ്റർ ലോങ് ബ്രിഡ്ജ്. 1 കിലോമീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജ് എത്ര സമയം കൊണ്ടായിരിക്കും 100 മീറ്റർ നീളമുള്ള ഈ ഒരു ട്രെയിൻ ക്രോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 1 കിലോമീറ്റർ ദൂരമുള്ള ഒരു പാലം 60 കിലോമീറ്റർ പെർ അവറിൽ ഓടുന്ന 100 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ എത്ര സമയം കൊണ്ട് ക്രോസ് ചെയ്യും? ഓക്കെ, ഞാൻ ചിത്രം കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ആ റെയിൽവേ ട്രാക്ക് എന്ന് വിചാരിക്കുക. ഒരു കോണി ചരിച്ചിട്ട പോലെ ഉണ്ട് എന്നാലും. ഓക്കെ, നോക്കാം. അപ്പോൾ ട്രെയിൻ ഇവിടെ നിന്ന് വരുന്നു. ട്രെയിൻ എങ്ങനെ സാധാരണ വരയ്ക്കാറുണ്ട്? ട്രെയിൻ ഇങ്ങനെ കയറും, മുകളിലൊരു കോല് പോലെ സാധനമൊക്കെ ഉണ്ടാവില്ല.
ട്രെയിൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ട്രെയിൻ ഇവിടെ നിന്ന് വരുന്നു. ദെൻ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 100 മീറ്റർ ആണ്. പാലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1 കിലോമീറ്റർ ആണ്. ദെൻ ഇത് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തണം അല്ലേ ട്രെയിൻ? അല്ലേ, ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തണം. ഓക്കെ, ഈ ട്രെയിൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് എത്തണം. അതിന് എത്ര സമയം എടുക്കുമെന്നാണ് ചോദ്യം. അപ്പോ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇവിടെയാണ് ഇതിന്റെ ആരിയിരിക്കുന്നത്? ലോക്കോ പൈലറ്റ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് ലോക്കോ പൈലറ്റ് ഇരിക്കുന്നത്. ഈ ലോക്കോ പൈലറ്റ് ഈ എൻഡിൽ നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് ഓക്കെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം? 1 കിലോമീറ്റർ എന്തായാലും ട്രാവൽ ചെയ്യണം. പ്ലസ് ആ ട്രെയിനിന്റെ ലെങ്ത് കൂടെ കൂട്ടണം അല്ലേ? ആ ട്രെയിൻ കംപ്ലീറ്റ്ലി ഈ പാലം കടക്കണമെന്നുണ്ടെങ്കിൽ 100 മീറ്റർ ദൂരം കൂടെ ആ ഒരു ട്രെയിൻ സഞ്ചരിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. പ്ലസ് ആ ട്രെയിനിന്റെ ലെങ്ത് ഇസിക്കൽ ടു 1100 മീറ്റർ. ഓക്കെ, മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 1100 മീറ്റർ വരും. ദെൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, 60 കിലോമീറ്റർ പെർ അവർ ആണ്. 60 കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 60 ഇൻറ്റു 5/80. ഓക്കെ, 60 ഇൻറ്റു 5/80. ദെൻ ടൈം, എത്ര സമയം കൊണ്ടാണ് അപ്പുറത്തെത്തി? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എത്ര സമയം കൊണ്ടാണ് ഇത് അപ്പുറത്തെത്തി? അപ്പൊ നമുക്ക് നോക്കാം. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അവിടെയുള്ള വെലോസിറ്റി ആണല്ലേ. എങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓൾറെഡി അറിയാം. വെലോസിറ്റിയുള്ള ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുന്നു. ഡിസ്പ്ലേസ്മെന്റ് എസ് ഡിവൈഡഡ് ബൈ ടൈം. ദെൻ ടൈമാണ് വേണ്ടത്. അപ്പോൾ ടൈമിനെ പുറത്തോട്ട് കൊണ്ടുവരാം. T ഈക്വൽ ടു S ബൈ V. ഓക്കെ, S ബൈ V. S എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം? T ഈക്വൽ ടു 1100 ഡിവൈഡഡ് ബൈ വെലോസിറ്റി എത്രയാ? 60 ഇൻറ്റു 5/80. ഓക്കെ, 60 ഇൻറ്റു 5/80. 0 വെട്ടി കളഞ്ഞു. ദെൻ 6 18 3. അപ്പോൾ 110 ഡിവൈഡഡ് ബൈ 5/3. ഇത് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ 110 ഇൻറ്റു 3/5. 5 110 22. 22 ഇൻറ്റു 3 എന്ന് പറയുന്നത് 66 സെക്കൻഡ് വരും. 66 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യും? ഈ ട്രെയിൻ ട്രാവൽ ചെയ്തു പോകും. നിജിലെ, എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊന്നും കൂടി ചെക്ക് ചെയ്തേടാ. 66 സെക്കൻഡിനുള്ളിൽ ഈ ഒരു ട്രെയിൻ ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യും. ഓക്കെ, ഈ ട്രെയിൻ ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യും. അത് ട്രെയിൻ ആ ബ്രിഡ്ജ് കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിന്റെ ഒരു ഭാഗം പോലും ആ ബ്രിഡ്ജിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിന്റെ 100 മീറ്ററും അവിടെ ആഡ് ചെയ്യണം. 1 കിലോമീറ്റർ പ്ലസ് 100 ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, യെസ്, നോക്കിക്കേ. ഇങ്ങനെയാണ് ഓരോ പ്രോബ്ലംസും നിങ്ങൾക്ക് പ്ലസ് 1 വരാൻ പോകുന്നത്. നന്നായിട്ട് ചിന്തിച്ച് എഴുതാൻ പാകത്തിനുള്ള പ്രോബ്ലംസ്. ഓക്കെ, ആരതി എഴുതി വെച്ചോളൂ, വരല് പിന്നാതെ. സ്റ്റെല്ലകുമാറേ, എന്തിനാടാ കാൽക്കുലേറ്റർ ഒക്കെ? നിങ്ങൾക്ക് ഇത്രയേ നാളും കാൽക്കുലേറ്റർ കിട്ടാതെ പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലേ? അതെ, ഇതുവരെ ചിലപ്പോൾ ഒരു 688 ഇൻറ്റു 36 ഒക്കെ സിമ്പിളായിട്ട് കൈകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു നിങ്ങൾ കാൽക്കുലേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ 1+3 വരെ കാൽക്കുലേറ്ററിലിട്ട് കൂട്ടും. സ്വാഭാവികം. വിശ്വാസക്കുറവ്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള വിശ്വാസക്കുറവ്. നിങ്ങൾ കൂട്ടും, ഉറപ്പാണ് കൂട്ടും. ഇങ്ങനെയാണ് സമയം പോകുന്നത്. നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയമൊക്കെ അങ്ങനെ പോകുന്നേ. എഴുതിയെടുക്കുക. ഞാൻ 60 ഇൻറ്റു 5/18 ചെയ്തു. അപ്പോൾ 16.67 കിട്ടി. ചെയ്തപ്പോൾ ഓക്കേടാ. 65.98 അങ്ങനെയും പറയാം. കാരണം റൗണ്ട് ചെയ്ത് നമുക്ക് 66 എഴുതാലോ. നിജിലെ,
എനിക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അറിയില്ല. അതെന്തായാലും പഠിച്ചു വെക്കണം. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പഠിച്ചു വെക്കണം. അറിയുന്ന ആരോടെങ്കിലും ചോദിച്ച് പഠിച്ചു വെക്കണം. കാരണം കാൽക്കുലേറ്റർ തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കൊണ്ട് കൂട്ടാൻ പറ്റാത്തതും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റാത്തതും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതും ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് സാർ കാൽക്കുലേറ്റർ, എന്തിനാണ് സാർ തോക്ക്? ഓക്കെ, ഇതുവരെ എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. ദെൻ ബാലൻസ്. അപ്പോൾ നമ്മൾ പഠിച്ച വെലോസിറ്റിയുടെ ഇക്വേഷൻ വെച്ച് മാത്രം ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും എക്സ്ട്രാ ഇവിടെ ചെയ്തിട്ടില്ല. ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഇക്വേഷൻ എടുക്കുന്നു, ഇക്വേഷൻ എടുത്ത് വിടുന്നു, ആ ഇക്വേഷനിലോട്ട് വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. സിമ്പിളേ. എഴുതി കഴിഞ്ഞാൽ പറയാട്ടോ. സൗണ്ട് പിന്നെയും എങ്ങനെയാണ് കുറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോ ഓക്കെ ആണോ? ഓക്കെ, എഴുതി കഴിഞ്ഞു. സെറ്റാണ്, എല്ലാവരും എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. എന്താണ് ഈ ഒരു പ്രോബ്ലത്തിൽ പറയുന്നത്? നോക്കിക്കേ. എ കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h. ഓക്കെ, ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഡിസ്റ്റൻസിന്റെ ഫസ്റ്റ് ഹാഫ്, ആദ്യ പകുതി എത്രയാണ്? 40 km/s/h സഞ്ചരിച്ച് കംപ്ലീറ്റ് ചെയ്തു. Then and the second half at 60 km/h. സെക്കൻഡ് ഹാഫ് 60 km/h സഞ്ചരിച്ചു. കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ. ഈ കാറിന്റെ ആവറേജ് സ്പീഡ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചിത്രം വരച്ചുതരാം. ഇത് നിങ്ങൾ ഇത്ര നേരം പഠിച്ച ഇക്വേഷനിൽ തന്നെ ഉണ്ട് ഇതിന് ഉത്തരം. അപ്പോൾ എന്താണ്? എയിൽ നിന്ന് സിയിലോട്ട് എത്തണം. ഓക്കെ, എയിൽ നിന്ന് സിയിലോട്ട് എത്തണം. ദെൻ ബി ആണ് അതിന്റെ കറക്റ്റ് ഹാഫ്. അപ്പോൾ എന്താണ് കറക്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ? അതായത് എ മുതൽ സി വരെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ കറക്റ്റ് ആയിട്ട് പകുതിയായിട്ട് എടുത്തു. അപ്പോൾ എ ടു ബിയും ബി ടു സിയും എന്ത് തന്നെയാണ്? സെയിം ഡിസ്റ്റൻസ് ആണ്. എ ടു ബി എക്സ് ആണെന്നുണ്ടെങ്കിൽ ബി ടു സി എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അവിടെ ഡിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല അല്ലേ? കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് എടുക്കുന്നു? പകുതിയാണ് എടുക്കുന്നത് അല്ലെ? ഒരു കംപ്ലീറ്റ് ട്രാവൽ ചെയ്ത ആ ഒരു ഡിസ്റ്റൻസിന്റെ എക്സാക്ട് ഹാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ ടു ബിയും ബി ടു സിയും ഈക്വൽ ആയിരിക്കും. ദെൻ എ മുതൽ ബി വരെ 40 km/h സഞ്ചരിച്ചത്. ഓക്കെ, 40 km/h സഞ്ചരിച്ചത്. ദെൻ ബി മുതൽ സി വരെയോ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് 60 km/h സഞ്ചരിച്ചത്. ഓക്കെ, 60 km/h സഞ്ചരിച്ചത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള വി ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തൊട്ട് മുന്നേ എഴുതി വെച്ചായിരുന്നില്ലേ? അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഡിസ്റ്റൻസ് ആണ് സെയിം. അപ്പോൾ ഡിസ്റ്റൻസ് ആവറേജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി ആവറേജ് ഈസ് ഈക്വൽ ടു 2 into v1 into v2 divided by v1 plus v2. കഴിഞ്ഞു, ഉത്തരം കിട്ടി. ഇപ്പോഴേ ഉത്തരം കിട്ടി. ഇനി എന്തിട്ടാ? v1നും v2നും പകരം വാല്യൂ ഇട്ട് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, 2 into 40 into ഇപ്പോൾ നിൽക്കട്ട. ഇപ്പോൾ ഒരുപാട് പേര് 14നും 16നും 5/8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യും. അത് ഇപ്പോഴേ ചെയ്യണ്ട. 2 into 40 into 60 divided by 40 plus 60 equal to എത്ര വാല്യൂ കിട്ടും? 80 into 60 എന്ന് പറയുമ്പോൾ 8 into 6 48, 4800 അല്ലേ? 4800. താഴെ 100, 2 0 വെട്ടിക്കളഞ്ഞു. നമുക്ക് എത്ര കിട്ടി? 48 km/h. ഇതാണ് അതിന്റെ ആവറേജ് വെലോസിറ്റി. നമുക്ക് ഈ ആവറേജ് വെലോസിറ്റിനെ വേണമെങ്കിൽ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? m/s കൺവേർട്ട് ചെയ്യാം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് നിങ്ങൾ തന്നെ ചെയ്തു.
ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ആ ചോദ്യം വായിച്ചൊന്ന് മനസ്സിലാക്കുക. ദെൻ ഏത് ഇക്വേഷൻ ആണ് ഒന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കുക, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. സെറ്റ്, സിമ്പിൾ. ഓക്കെ, കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? സിമ്പിൾ പ്രോബ്ലം അല്ലേ? ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇക്വേഷൻ ഞാൻ പറഞ്ഞു, ടൈം ആവറേജും ഡിസ്റ്റൻസ് ആവറേജും രണ്ട് ഇക്വേഷനും പഠിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഏതും എങ്ങനെ ചോദ്യങ്ങൾ വന്നാലും ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ പഠിച്ചു വെക്കേണ്ടത് എന്താ? ഇക്വേഷനും അതിന്റെ കൺസെപ്റ്റും മാത്രമാണ്. രണ്ടും പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോൾ NCERT ബേസ്ഡ് 1000 ക്വസ്റ്റ്യൻ ചോദിക്കാം. 1000 ക്വസ്റ്റ്യനും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് സമയം തികയില്ല, അല്ലേ? സമയം തികയില്ല. 1.5 മണിക്കൂർ കൊണ്ട് 1000 ക്വസ്റ്റ്യൻ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ മൂവ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കൺസെപ്റ്റ് പഠിക്കും. ആ കൺസെപ്റ്റിലുള്ള ഒരു 3 ടൈപ്പ് എക്സാമ്പിൾസ് ചെയ്യും. കൺസെപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ചെയ്യാം, ഏതൊരു പ്രോബ്ലവും ചെയ്യാം. ഇക്വേഷൻ ഒന്നും കൂടെ കാണിക്കാം, ഇക്വേഷൻ കാണിക്കാം, നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലവും ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. എന്താണ്? എ കാർ ട്രാവൽസ് ഫ്രം എ ടു ബി 60 km/h and return to at 90 km/h. ഓക്കെ, അതായത് എയിൽ നിന്ന് തുടങ്ങി ബി വരെ ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ട് എത്ര സ്പീഡിലാണ് പോയേ? അങ്ങോട്ട് 60 km/h പോയി. അങ്ങോട്ട് 60 km/h പോയി. തിരിച്ചു വന്നപ്പോൾ എങ്ങനെയാ? തിരിച്ച് റിട്ടേൺ എങ്ങനെയാ? 90 km/h. ഓക്കെ, തിരിച്ചു വന്നപ്പോൾ 90 km/h. വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചേഞ്ച് ചെയ്യാത്ത സാധനം എന്താ? എന്താണ് ചേഞ്ച് ചെയ്യാത്തത്? എടാ, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസും ബിയിൽ നിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസും സെയിം അല്ലേ? അപ്പോൾ ചേഞ്ച് ചെയ്യാത്തത് ആരാ? ഡിസ്റ്റൻസ് ആണ് ചേഞ്ച് ചെയ്യാത്തത്. അപ്പോൾ എന്താണ് കാണണ്ടേ? ഡിസ്റ്റൻസ് ആവറേജ് ആണ് കാണണ്ടേ, അല്ലേ? ഡിസ്റ്റൻസ് ആവറേജ് ആണ് കാണണ്ടേ. നമുക്കറിയാം പി ആവറേജ് ഈസ് ഈക്വൽ ടു 2 × V1 × V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2, അല്ലേ? V1 പ്ലസ് V2 ഇക്വേഷൻ ഇട്ട് കൊടുത്തു. ദെൻ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വൽ ടു 2 × V1 എന്ന് പറയുന്നത് 60 × 90 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 90 ഇക്വൽ ടു എത്ര വരും? 120 90 എന്ന് പറയുമ്പോൾ 10.00 അല്ലേ? 10.00 അല്ലേ? ദെൻ 150. ഓക്കെ, 0 വെട്ടിക്കളഞ്ഞു. 1080 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുമ്പോൾ എത്ര വരും? ഏകദേശം ഒരു 72 km/h വരും. 72 km/h ആണെന്ന് നോക്കിയേ. കറക്റ്റ് ആണെന്ന് നോക്കിയേ. ആണോ? ആണോ? അതെ, ആണ്. അപ്പോൾ നമ്മളോട് 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? ആവറേജ് സ്പീഡാണ്. ഓക്കെ, ആവറേജ് സ്പീഡാണ്. ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും?
ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലോ, അല്ലേ? അല്ലേ? ആ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാടാ? ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? എയിൽ നിന്ന് തുടങ്ങി ബിയിലോട്ട് പോയി വീണ്ടും എയിലോട്ട് തന്നെ തിരിച്ചെത്തി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? എയിൽ നിന്ന് തുടങ്ങി എയിലോട്ട് തന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 0, അല്ലേ? അപ്പൊ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? മൊട്ട 0. ഓക്കെ, ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? പ്രോബ്ലം സിമ്പിൾ അല്ലേ? ആ, സിമ്പിൾ ആണ്. ഓക്കെ, യെസ്. ദെൻ എഴുതി വെച്ചല്ലോ. ഓക്കെ, എഴുതി വെച്ചു. വൈകി ചോദിച്ചോളൂ, കമന്റ് ചോദിച്ചോളൂ. ദെൻ അടുത്തൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാൻ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ജസ്റ്റ് പറയാം, കാരണം ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് മോഷൻ. ഓക്കെ, ടൈപ്സ് ഓഫ് മോഷൻ, 3 ടൈപ്സ് ഓഫ് മോഷൻ ഉണ്ട്. 1 ഡയമെൻഷണൽ മോഷൻ, ദെൻ 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, ഒരൊറ്റ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒറ്റ ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം കോർഡിനേറ്റ്സിൽ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസ് ഉണ്ട്. ഓക്കെ, എക്സ് ഉണ്ട്, സോറി വൈ ഉണ്ട്, എക്സ് ഉണ്ട്, പിന്നെ സെഡ് ആക്സിസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ എക്സ് ആക്സിസിൽ മാത്രമാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് സ്ട്രെയിറ്റ് ലൈൻ മാത്രമാണ് ഒരെണ്ണം പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് 1 ഡയമെൻഷണൽ മോഷനാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ഓർ റെക്ടിലീനിയർ. ഓക്കെ, ഒരൊറ്റ ലൈൻ മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒറ്റ സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമാണ് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 1 ഡയമെൻഷൻ ആണ്, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ. ദെൻ 2 ഡയമെൻഷനിൽ വരുമ്പോൾ എന്താ? ഒരു പ്ലെയിനിൽ മൊത്തം സഞ്ചരിക്കണം. ഓക്കെ, ഒരു പ്ലെയിനിൽ മൊത്തം, ഒരു ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് നോക്കാം, അത് സ്ട്രെയിറ്റ് ആയിട്ടാണോ അവർ ഓടുന്നത്? അല്ല, അവർ വളഞ്ഞും പൊളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഓടുന്നുണ്ട്, അല്ലേ? വളഞ്ഞും പൊളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഓടുന്നുണ്ട്. അപ്പോൾ അത് 2 ഡയമെൻഷണൽ മോഷൻ ആണ്. ദെൻ 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് എയറിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്, പ്ലെയിനിലല്ല, സ്പേസിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതാണ് 3 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, യെസ്. ഒരു ഉറുമ്പിനെ ഒരു നൂലിൽ കെട്ടിവെച്ച് നടത്താൻ വിടാം. അപ്പോൾ ഉറുമ്പ് ആ നൂലിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് സഞ്ചരിക്കും, അത് 1 ഡയമെൻഷണൽ മോഷൻ. ദെൻ അതേ ഉറുമ്പിനെ എടുത്ത് പേപ്പറിൽ വെക്കുക, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുക, അതിന് തോന്നിയ ഡയറക്ഷനിലോട്ടൊക്കെ പോകും, അല്ലേ? തോന്നിയ ഡയറക്ഷനിലോട്ടൊക്കെ പോകും. ദെൻ ഇതേ സെയിം ഉറുമ്പ് ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയാമ്പാറ്റയായിട്ട് മാറും, ചിറക് മുളയ്ക്കും, ഇല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യും? നടക്കും, പ്ലെയിനിൽ കറങ്ങും, പറക്കും, ഇല്ലേ? എല്ലാ ഡയറക്ഷനും സഞ്ചരിക്കും. അപ്പോൾ 3 ഡയമെൻഷണൽ മോഷനായി. ഓക്കെ, ഇതാണ് ആ 3 ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡെഫിനേഷൻ എന്താണ്, ഇതിന്റെ എക്സാമ്പിൾസ് എന്താണെന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ എക്സാമിനുള്ള ടൈമായി. എക്സാം എഴുതിക്കോളൂ, എക്സാം എഴുതിയിട്ട് മാർക്ക് അപ്പ് ചെയ്തോളൂ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് കേട്ടോ. ഈ ഫിസിക്സിൽ മിലിയോ പോവാണ്ട് പഠിക്കാൻ വല്ല വഴിയുണ്ട്? മിലിയ ആരാണത്? ഫിസിക്സിൽ എന്ത് മിലിയാണുള്ളത്?
Thomas 8 out of 10, Shivani 10 out of 10, Vega 8 out of 10, Joel 6 out of 10. Albin 10 out of 10, Hadia. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ എന്നും പറയാറുള്ള പോലെ ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ട് വരണം, വായിച്ച് പഠിച്ചിട്ട് വേണം വരാൻ. ഓക്കെ, വായിച്ച് പഠിച്ചിട്ട് വേണം വരാൻ. ഇനി ഞാൻ പ്രോബ്ലംസ് ഒക്കെ കൊണ്ടുവരും. ആ പ്രോബ്ലംസ് ഒക്കെ അപ്പം കിട്ടാതെ വായ വിളിച്ചിരുന്നിട്ടുണ്ടല്ല. ആ ഓക്കെ, അപ്പോൾ എല്ലാവരെയും അടുത്ത ക്ലാസ്സിൽ കാണാം. സുഖനിദ്ര, ശുഭനിദ്ര. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.